സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമൊക്കെയായ കെ കൊച്ച് നമ്മളെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിന്റെ സംസ്കാരം ഇന്നാണ് നടക്കുക. വീട്ടിൽ പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. രാവിലെ 11 മണി മുതൽ കടുത്തുരുത്തി കമ്മ്യൂണിറ്റി ഹാളിൽ ഭൗതികദേഹം പൊതുദർശനത്തിനായി വയ്ക്കും. ഉച്ചയ്ക്ക് ശേഷമാകും വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ഉണ്ട്. ഗോകുൽ, പൊതുദർശനം വീട്ടിൽ തുടരുകയാണെന്ന് മനസ്സിലാകുന്നു. മറ്റ് ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? സേതു നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കടുത്തുരുത്തിയിലെ വീട്ടിൽ ഇപ്പോൾ ഭൗതികദേഹം വെച്ചിട്ടുണ്ട്. അവിടെ പൊതുദർശന ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത ആളുകളും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വീട്ടിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 മണിയോടുകൂടി അദ്ദേഹത്തെ ഇപ്പോൾ കടുത്തുരുത്തിയിലെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം മാറ്റുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് 10 മണി മുതൽ ഏകദേശം ഒരു 2 മണി വരെ അവിടെ കടുത്തുരുത്തി കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് സൗകര്യം ഒരുക്കും. അതിനുശേഷം 2 മണിയോടുകൂടി വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് ഭൗതികദേഹം കൊണ്ടുവന്ന് വീട്ടുവളപ്പിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നാണ് ഇപ്പോൾ അടുത്ത ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം നിരവധി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഇന്നലെ രാത്രി എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സാംസ്കാരിക കേരളത്തിന് വലിയൊരു തീരാനഷ്ടമായി തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം നിലനിൽക്കുമെന്നാണ് ഈ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയ ആളുകളൊക്കെ തന്നെ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ദളിത്, അതോടൊപ്പം തന്നെ താഴേക്കിടയിലുള്ള ജനവിഭാഗത്തിന്റെ അവകാശങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയിട്ടായിരുന്നു കെ കൊച്ച് എന്ന് പറയുന്നയാൾ. അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ശരി ഗോകുൽ, കെ കൊച്ചിന്റെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനം തുടരുകയാണ്. വീട്ടിൽ ഉച്ചയ്ക്കാണ് സംസ്കാരം. വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ്.